നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മോദി സർക്കാരിന്റെ മൂന്നാം ഊഴം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഉന്നതതല യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ 7 വ്യത്യസ്ത യോഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നതെന്നും യോഗങ്ങളിൽ അടുത്ത സർക്കാരിൻ്റെ ആദ്യത്തെ 100 ദിന പരിപാടികൾ ചർച്ചയായെന്നും സൂചനയുണ്ട്. ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം, റേമൽ ചുഴലിക്കാറ്റിലുണ്ടാക്കിയ നാശനഷ്ടം എന്നിവയും യോഗങ്ങളിൽ വിലയിരുത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇന്ത്യ മുന്നണിയുടെ തോൽവി പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളെ തള്ളി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എക്സിറ്റ് പോളുകൾ അല്ല, ഇത് മോദി പോളെന്നും ഇന്ത്യ മുന്നണിക്ക് 295 സീറ്റുകൾ ലഭിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. NDA 365, ഇന്ത്യ സഖ്യം 146, മറ്റുള്ളവർ 32 എന്നിങ്ങനെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ദേശീയ ശരാശരി. എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥികൾ, PCC അധ്യക്ഷന്മാർ, പ്രതിപക്ഷ നേതാക്കൾ എന്നിവരുമായി രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയവർ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു. ആത്മവിശ്വാസം കൈവിടരുതെന്നും സംസ്ഥാനങ്ങളുടെ സാഹചര്യമല്ല എക്സിറ്റ് പോളുകൾ പ്രതിഫലിച്ചിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. വോട്ടെണ്ണലിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾക്കുള്ള ശ്രമമുണ്ടായാൽ അത് തടയുന്നതിന് ജാഗ്രത പാലിക്കണമെന്നും വോട്ടെണ്ണൽ ദിവസം മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നതുവരെ വോട്ടെണ്ണൽ ഹാളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകിയതായും ഖാർഗെ അറിയിച്ചു. വോട്ടെണ്ണൽ സുതാര്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. തെരഞ്ഞെടുപ്പ് ഫലത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപമാനിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് BJP നേതാക്കളും കമ്മീഷനിലെത്തി. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി ഫലം പ്രഖ്യാപിക്കണം, അതിനുശേഷം മാത്രമേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാവൂ എന്ന് നേതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഫോം 17C ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെ ഇന്ന് ദില്ലിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും മാധ്യമങ്ങളെ കാണും. വോട്ടെണ്ണലിന് ഇന്ത്യ സഖ്യം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കെയാണ് വാർത്താ സമ്മേളനമെന്നുള്ളതാണ് ശ്രദ്ധേയമായത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്നും അതെവിടെയാണ് ഫലം വരട്ടെയെന്നും മുരളീധരൻ പ്രതികരിച്ചു. അതേസമയം കേരളത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ കടത്തിവെട്ടുന്ന വിജയം BJP നേടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. എല്ലാ ഏജൻസികളും ഒരുപോലെ ഫലം നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. നാളെ BJP വരില്ല എന്നൊന്നും പറയുന്നില്ലെന്നും ഇത്തവണ അവർക്ക് കേരളത്തിൽ സീറ്റ് ഉണ്ടാവില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. BJP അക്കൗണ്ട് തുറക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലെന്നും എക്സിറ്റ് പോൾ പ്രകാരം തന്നെയാണ് തരംഗമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെയും EVMന്റെയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുമെന്നും ചാലക്കുടി UDF സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹന്നാൻ പറഞ്ഞു. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് UDF കൺവീനർ MM ഹസനും വ്യക്തമാക്കി. എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്നും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ശാസ്ത്രീയമായ നിഗമനത്തിൻ്റെയും ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചു അടിസ്ഥാനമാക്കിയല്ല എക്സിറ്റ് പോളെന്നും അദ്ദേഹം പറഞ്ഞു. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. എക്സിറ്റ് പോളിനു ശേഷം 2 ദിവസത്തേക്ക് മാത്രം BJP 2-3 MPമാർ ഉണ്ടാകും, അത് വോട്ട് എണ്ണിയാൽ തീരുമെന്നും മന്ത്രി പറഞ്ഞു. കാത്തിരിക്കുന്നത് യഥാർത്ഥ ജനവിധി എന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന സർവേ ശരിയല്ല. കേരളത്തിൽ UDF മികച്ച വിജയം നേടും, 20-ൽ 20 കിട്ടാവുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDFന് കണ്ണഞ്ചിപ്പിക്കുന്ന ജയമുണ്ടാകുമെന്ന് AK ബാലൻ പറഞ്ഞു. എല്ലാ സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നും കേരളത്തിൽ BJP മുന്നേറ്റമെന്നത് പച്ച നുണയാണെന്നും അദ്ദേഹം പറഞ്ഞു. എക്സിറ്റ് പോളുകളിൽ പറയുന്ന 3 സീറ്റുകളിലും BJP തോൽക്കുമെന്നും തൃശ്ശൂരിൽ BJP ജയിച്ചാൽ ഉത്തരവാദിത്തം UDFനാണെന്നും ബാലൻ കൂട്ടിച്ചേർത്തു. എക്സിറ്റ് പോളുകൾ NDAയുടെ കണക്കുകൾ ശരിവയ്ക്കുന്നതാണെന്ന് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ ജയിക്കുമെന്നതായിരുന്നു കണക്ക്. BDJS കൂടി വിജയം തീരുമാനിക്കും. ഇത്തവണ കേന്ദ്രമന്ത്രി സ്ഥാനമോ രാജ്യസഭാ അംഗത്വമോ വാഗ്ദാനം വന്നാൽ അത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോളിൽ UDFന് നേട്ടം. 16 മുതൽ 18 സീറ്റുകൾ വരെ UDFും 2 മുതൽ 4 സീറ്റുകൾ വരെ LDFും നേടാമെന്നാണ് സർവേ പറയുന്നത്. 1 മുതൽ 3 സീറ്റുകൾ വരെ NDAക്ക് ദേശീയ എക്സിറ്റ് പോളിൽ പ്രവചിക്കുമ്പോൾ മനോരമ VMRL എക്സിറ്റ് പോളിൽ NDAക്ക് സീറ്റുകളൊന്നും പ്രവചിക്കുന്നില്ല.
NDA ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് സർവേ പറയുന്നത്. സംസ്ഥാനത്ത് NDA 2ാം സ്ഥാനത്തേക്ക് എത്തുന്നത് 2 മണ്ഡലങ്ങളിൽ മാത്രമാണ്, തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും. 2ൽ താഴെ മാത്രം വോട്ട് ശതമാനത്തിൽ വ്യത്യാസമുള്ള പാലക്കാടും വടകരയുമാണ് LDF പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലങ്ങൾ. കണ്ണൂരും ആലത്തൂരും പ്രവചനാതീതമാണെന്നാണ് സർവേ പറയുന്നത്. UDFന്റെ 16 അനുകൂല മണ്ഡലങ്ങളിൽ മാവേലിക്കര മാത്രമാണ് വോട്ട് ശതമാനത്തിൽ 2ൽ താഴെ മാത്രം വ്യത്യാസമുള്ളത്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ അധ്യയനം തുടങ്ങാൻ കുട്ടികളെ ക്ഷണിച്ച് കാത്തിരിക്കുകയാണ് സ്കൂളുകൾ. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് വനിതാ ശിശുക്ഷേമ വകുപ്പ് പുറത്തിറക്കിയ സോഷ്യൽ മീഡിയ പോസ്റ്റർ വിമർശനത്തിന് പിന്നാലെ പിൻവലിച്ചു. ആവേശം എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളായ രംഗണ്ണനും അമ്പാനും കുട്ടികളുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് നടത്തുന്ന കോമിക് ചിത്രമാണ് പോസ്റ്ററിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പോസ്റ്റിലെ അനൗചിത്യം മനോരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചതോടെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. സംസ്ഥാന സിലബസിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ്. 2.44 ലക്ഷം കുട്ടികളാണ് ഇത്തവണ പ്രവേശനം നേടിയത്. 1 ലക്ഷത്തിലധികം കുട്ടികളെയാണ് 3 വർഷത്തിനിടെ കുറഞ്ഞത്. ഇത്തവണ സംസ്ഥാനത്ത് സർക്കാർ സ്കൂളിൽ 11.19 ലക്ഷം പേരും എയ്ഡഡ് സ്കൂളുകളിൽ 20.30 ലക്ഷം പേരും അൺഎയ്ഡഡ് സ്കൂളുകളിൽ 2.99 ലക്ഷം പേരും പ്രവേശനം നേടി. സമ്പൂർണ്ണ കണക്ക് 6ാം പ്രവൃത്തി ദിവസത്തിന് ശേഷം ലഭിക്കും. ജനാധിപത്യപരമായി PTA പ്രവർത്തിക്കാനെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. PTA എന്നത് സ്കൂൾ ഭരണസമിതിയായി കാണരുത്. PTA ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന